ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമ്മൾ 4 മുട്ട എടുത്തു. അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ചൂടായിട്ടുള്ള പാനിലേക്ക് വെളിച്ചെണ്ണ, ഓയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കുക. നന്നായി ചിക്കി പൊരിച്ചെടുക്കുക. മൊത്തത്തിൽ ഇളക്കി ഈ രീതിയിൽ എടുക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച്, ഓയിലോ ബട്ടറോ ഗീയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കുക. ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം 1/2 കപ്പ് പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ മിക്സ് ചെയ്യണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉണക്കമുളക്, ചില്ലി ഫ്ലേക്സ് ഉണക്കമുളക് പൊടിച്ചത്, അതേപോലെ 1/4 ടീസ്പൂൺ ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി കുറുക്കിയെടുക്കുക. ഒരു വൈറ്റ് സോസ് തയ്യാറാക്കാനാണ്. ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മുട്ട ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് ഈ മിക്സിങ്ങിനെ കഴിക്കാൻ തന്നെ. ശേഷം നമ്മുടെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഓയിൽ എന്തെങ്കിലും ഉപയോഗിച്ച് ചെറിയ തീയിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല മുരിയിച്ചെടുക്കുക. ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാവുന്നതാണ്. ശേഷം ഫില്ലിങ് വെച്ച് കവർ ചെയ്യുക. മറ്റൊരു ബ്രെഡ് വെച്ച് നന്നായിട്ട് കവർ ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.